എഡ്യൂക്കേഷൻ ഫീൽഡിൽ സാറിന് ഒരു 12 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ എങ്ങനെയാണ് ഒരു കുട്ടി വിദേശത്തായാലും ഇന്ത്യയിലായാലും പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാത്തിനും സാറ് ഹെൽപ്പ് ചെയ്യും. വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും ഈസ്റ്റേൺ ഏഷ്യയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് ജോർജിയ. ഇന്ത്യൻ MBBS എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് നീറ്റിനകത്ത് ഒരു 600 മാർക്കോ അല്ലെങ്കിൽ 500 മാർക്കിൻ്റെ താഴെ കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 70 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയൊക്കെ ഏകദേശം ചിലവ് വരും. ഏകദേശം 20ൻ്റെ മേലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് ജോർജിയയിലുണ്ട്. അതിൽ മേജർ യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് 80% യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്നത് ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്തൊരു സ്പെഷ്യൽ വ്യക്തിനൊക്കെ ആയിട്ടായാലോ ഞാൻ വന്നുള്ള വീഡിയോക്ക്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് നമ്മൾ ജോർജിയൻ MBBSനെ കുറിച്ചിട്ട്, ജോർജിയൻ MBBS കോളേജുകളിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ പോയിട്ട് നിങ്ങൾ ലിങ്കിൽ പോയാൽ മതി, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഓക്കെ, സാറിൻ്റെ നെയിം റമീസ് റസാഖാണ്. സാറ് 12 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ. സാറിന് ഒരു 12 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ എങ്ങനെയാണ് ഒരു കുട്ടി വിദേശത്തായാലും ഇന്ത്യയിലായാലും പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാത്തിനും സാറ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏത് കോളേജാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മൾ കരിയർ ചൂസ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലും സാറ് പറഞ്ഞുതരും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജോർജിയൻ MBBS എങ്ങനെയാണ്, അതേപോലെ എപ്പോഴാണ് പഠിക്കുക, എപ്പോഴാണ് അത് ഇൻടേക്ക്, അതിൻ്റെ പ്രോസസ്സുകൾ, അവിടുത്തെ കറൻസി, അതുപോലെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം സർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ജോർജിയയിൽ പോയി പഠിക്കുന്നത്? വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും ഈസ്റ്റേൺ ഏഷ്യയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് ജോർജിയ. വളരെ പ്രകൃതിരമണീയമായ ഒരു രാജ്യമാണ്. കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ കുറവുള്ള ഒരു രാജ്യമാണ് ജോർജിയ. ക്രൈം റേറ്റൊക്കെ വളരെ കുറവുള്ള, വളരെ നമുക്ക് രാത്രികാലങ്ങളിലൊക്കെ പുറത്തിറങ്ങി നടക്കാവുന്ന, വളരെ സേഫായിട്ടുള്ള, പോലീസിൻ്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലുള്ള ഒരു രാജ്യമാണ് ജോർജിയ. ഏകദേശം 20ഓളം മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ജോർജിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 80% ജോർജിയയുടെ ക്യാപിറ്റലായ ടിബിലിസിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ജോർജിയയിൽ മീൻസ് വിദേശത്ത് പോയി പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്പാരിറ്റീവ്ലി MBBSനെ കുറിച്ചാണെങ്കിൽ ഇന്ത്യൻ MBBS എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് നീറ്റിനകത്ത് ഒരു 600 മാർക്കോ അല്ലെങ്കിൽ 500 മാർക്കിൻ്റെ താഴെ കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 70 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയൊക്കെ ഏകദേശം ചിലവ് വരും. അപ്പോൾ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ സ്വാഭാവികമായും വിദേശ രാജ്യങ്ങൾ, ചൈന, റഷ്യ, മോൾഡോവ, ജോർജിയ പോലുള്ള രാജ്യങ്ങളാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അതിൽ തന്നെ കൂടുതലായി കുട്ടികൾ കഴിഞ്ഞ 7-8 വർഷമായിട്ട് കൂടുതലായിട്ട് പോകുന്നത് ജോർജിയയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ജോർജിയ. ഇനി ജോർജിയനെ കുറിച്ചിട്ട് അവിടെ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ജോർജിയയിൽ എത്തുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എത്ര എയർപോർട്ടാണ് ഉള്ളത്, മെയിൻ എയർപോർട്ട് എന്താണ്, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ജോർജിയയിലെ മെയിൻ എയർപോർട്ട് എന്ന് പറയുന്നത് ടിബിലിസി, ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയിലാണുള്ളത്. ടിബിലിസി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കൂടുതലായും നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ ഉള്ളത് ടിബിലിസിയിലേക്കാണ്. അതായത് ഒന്നെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ കാലിക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് കൊച്ചി, ദുബായ്, ടിബിലിസി, അല്ലെങ്കിൽ കൊച്ചി, ഷാർജ, ടിബിലിസി, അല്ലെങ്കിൽ കൊച്ചി, ദോഹ, ടിബിലിസി. ഇതാണ് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന. കൂടുതൽ GCC കൺട്രീസ് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം GCCയിൽ നിന്ന് ഓണററി വിസയിൽ നമുക്ക് ജോർജിയയിൽ പ്രവേശിക്കാം. പ്രത്യേകിച്ച് വേറെ വിസ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇവിടെ റെസിഡൻസ് പെർമിറ്റുള്ള ആൾക്കാർക്ക്. ഓക്കെ. അപ്പൊ എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, എത്ര യൂണിവേഴ്സിറ്റി, എവിടെയാണ് ഇതിന്റെ മെയിൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉള്ളതെന്നാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ളത്. ഒന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 20ൻ്റെ മേലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് ജോർജിയയിലുണ്ട്. അതിൽ മേജർ യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് 80% യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്നത് ക്യാപിറ്റൽ സിറ്റിയായ ടിബിലിസിയിലാണ്. മോസ്റ്റ്ലി നമ്മളെ ഇന്ത്യൻ സ്റ്റുഡൻസ്, എസ്പെഷ്യലി കേരളീയ സ്റ്റുഡൻസും കൂടുതലായിട്ട് പഠിക്കുന്നത് ടിബിലിസി ക്യാപിറ്റൽ സിറ്റിയിലുള്ള
യൂണിവേഴ്സിറ്റികളിലാണ്. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ടിബിലിസി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂറിനകത്ത് യാത്ര ചെയ്താൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ കുറച്ച് കുട്ടികൾ അതുപോലെ തന്നെ ബാട്ടുമി എന്ന് പറയുന്ന സ്ഥലത്തും, അത് ടിബിലിസിൽ നിന്ന് ഏകദേശം 6 മണിക്കൂർ യാത്ര ചെയ്താൽ ബത്തൂമിയിലെത്താണ്. അതുപോലെ തന്നെ കുട്ടൈസി എന്ന് പറയുന്ന സ്ഥലത്തും കുറച്ച് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. കുട്ടൈസിക്ക് ഏകദേശം എത്ര അവർ ജേർണി ഉണ്ടായിരുന്നു? ഏകദേശം ടിബിലിസിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്താൽ കുട്ടൈസിൽ എത്തിച്ചേരാം. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ടിബിലിസിയിലാണ്. ഓക്കെ. 2-3 യൂണിവേഴ്സിറ്റീസിന്റെ നെയിം പറയാൻ പറ്റുമോ? ടിബിലിസിയിൽ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉണ്ട്, ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കക്കാസസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ജോർജിയയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ക്യാപിറ്റൽ സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റികളും. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ അധികമായിട്ട് കുട്ടികൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, നമ്മൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുറേ പാരൻസിലെ ടെൻഷനാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ. എങ്ങനെ നമ്മൾ കേരള ഫുഡ് അവിടെ കിട്ടുമോ, നമുക്ക് കേരള ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടുമോ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. മെയിൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മെയിൻ ഒരു ഡൗട്ട് വരാൻ പോണ ഈ ഒരു ഇതിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും? സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 തരത്തിലുള്ള അക്കോമഡേഷൻ അവിടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഇവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റ് റെൻറ്റിന് എടുത്തിട്ട് അവർക്ക് അവിടെ അവരെ ഫ്രണ്ട്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഷെയറിംഗ് ബേസിസിൽ താമസിക്കാം. അപ്പോൾ ഒന്നുകൂടെ എക്സ്പെൻസ് കുറവായിരിക്കും. അത് ഫ്ലാറ്റിന് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് നിയർലി 20,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടും. അവിടെ ഇവർക്ക് 4 ആൾക്കോ 6 പേർക്കൊക്കെ താമസിക്കാൻ പറ്റും. അത് ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കും. ഗ്യാസ് സ്റ്റവും വാഷിംഗ് മെഷീനും എല്ലാം അടക്കം ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് ഇവർക്ക് കിട്ടുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കേരള ഫുഡ് കിട്ടുന്ന ഹോട്ടൽസും ഉണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ മെസ്സ് അവിടെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മന്ത്ലി ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെസ്സ് അവർ 2 നേരത്തിലുള്ള ഭക്ഷണം 3 നേരത്തിലുള്ള ഭക്ഷണം ഇവരുടെ റൂമിൽ എത്തിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അവിടെ നമ്മൾ കാരിഫോർ, സ്പാർക്ക് പോലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയൊക്കെ ഇന്ത്യൻ എല്ലാം കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിട്ട് നോർമൽ ഫുഡ് കഴിക്കാനും പറ്റും. അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കുറേ പേര് ഈ പാർട്ട് ടൈം ജോബ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ് ചെയ്യണതിനെ കുറിച്ചിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞു. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി UK-ലും US-ലൊക്കെ പഠിക്കാൻ പോണ കുട്ടികളെ ചിലപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും, ചിലപ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടുന്നുണ്ട്, ഒരുപാട് ഏൺ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ജോർജിയനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് എളുപ്പമായിട്ട് കിട്ടില്ല. കാരണം അത് അത്ര ഒരു പാർട്ട് ടൈം ജോലി അവൈലബിലിറ്റി ഉള്ള കൺട്രി അല്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു കാരണവശാലും പാർട്ട് ടൈം ജോലിക്കൊന്നും വേണ്ടി നിങ്ങൾ സമയം കളയരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധ എപ്പോഴും പഠിപ്പിലായിരിക്കണം. കാരണം നിങ്ങളൊരു മികച്ച ഡിഗ്രിക്കാണ് പഠിക്കാൻ പോണത്. അപ്പോൾ അതൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പാർട്ട് ടൈം ജോലി എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ഈ MBBS പഠനത്തിന് പോകരുത്. ഓക്കെ. പിന്നെ അവിടെ ട്രാവലിംഗ് എങ്ങനെയായിരുന്നു? അവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വളരെയേറെ കാലം, അപ്പോൾ നമ്മളൊക്കെ മെട്രോനെ കുറിച്ച് കേട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോ അവിടെ ടിബിലിസി സിറ്റിയിൽ ഫുള്ള് കവേർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ടാക്സീസ് 24 hours അവൈലബിൾ ആണ്. ബോൾട്ട് പോലുള്ള ഓൺലൈൻ ആപ്പുകളുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ടാക്സി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നെ കാലത്ത് 6 മണി മുതൽ ഏകദേശം രാത്രി 11 മണി വരെ സിറ്റി ബസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെട്രോ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ എക്സ്പെൻസ് കുറവല്ലേ? അവിടുത്തെ കറൻസി ഞാൻ കേട്ടിട്ടുണ്ട് ലാറി. അതെ, ലാറി, ജോർജിയൻ ലാറി എന്നാണ് കറൻസി പറയാം. നമുക്ക് ഡോളർ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. മെട്രോയുടെയും ബസ്സിൻ്റെ കോസ്റ്റ് പറയുന്നത് മെട്രോ ഒരു ചെറിയ കോസ്റ്റേ വരുന്നുള്ളൂ. പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ കേസിലാണെന്ന് സാധാരണ ആൾ യാത്ര ചെയ്യുന്നതിൻ്റെ 50% കുറവിൽ വിദ്യാർത്ഥികൾക്ക് മെട്രോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാർഡ് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ബസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ ടാക്സി നൈറ്റൊക്കെ നമുക്ക് ടാക്സി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? അവിടെ നോർമലി ജോർജിയൻ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ റഷ്യൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്.
എസ്പെഷ്യലി കോളേജസിലൊക്കെ ലെക്ചേഴ്സൊക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. കാരണം എല്ലാ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടെന്നുള്ളത്. അതെ ഒരുപാട് അറബ്സ് ഉണ്ട്. കാരണം അവർക്ക് അവരുടെ പാരന്റ്സിനൊക്കെ ജസ്റ്റ് വന്നു പോവാണെന്ന് വെച്ചാൽ ഓൾറെഡി റെസിഡൻസ് വിസ. അതുപോലെ GCCയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരുപാട് ഇന്ത്യൻസിന്റെ കുട്ടികൾ, ഒരുപാട് മലയാളി കുട്ടികൾ എല്ലാം തന്നെ പഠിക്കുന്നുണ്ട്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്യൂർലി ഇംഗ്ലീഷിലാണ്. അവിടുത്തെ അതേപോലെ ഇന്റർനെറ്റ് ബാങ്കിങ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ബാങ്കിങ് വളരെ ഈസി ആയിട്ട് സ്റ്റുഡൻസിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയാൽ ലെറ്ററുമായിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് SBI അക്കൗണ്ട് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇൻ്റർനെറ്റ് ടെലിഫോണൊക്കെ കമ്പയർ ടു അതർ കൺട്രീസ് വെരി ചീപ്പാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള നമ്മൾ എന്തെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റുമോ? നമ്മൾ സാധാ അക്കൗണ്ട്സ് അല്ല, നമുക്ക് നോർമലി ഇന്ത്യൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ വിദേശത്തേക്ക് പൈസ അയക്കാം. വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അത് റിസർവ് ബാങ്ക് അംഗീകരിക്കുന്നതാണ്. അവർക്ക് അവരെ ഏത് രാജ്യത്താണോ പഠിക്കണമെങ്കിൽ അവരെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാവുന്നതുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളടുത്ത് സ്പെൻഡ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, പിന്നെ ഇത് മാത്രമല്ല സാറിനൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ 12 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യൻ അഡ്മിഷൻസ് ആയാലും, നമ്മൾ കേരളയിൽ നിന്നുള്ള അഡ്മിഷൻസ് ആയാലും, അതേപോലെ നമ്മൾ UAE എന്നുള്ള അഡ്മിഷൻസ് ആയാലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ UAE കാൻഡിഡേറ്റ്സ്, UAEയിലുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് UAEയിൽ എല്ലാവരും അറിയാം, ഒരു +2 കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഡിഗ്രിക്കൊക്കെ കൂടുതൽ നമ്മൾ ഇന്ത്യയിലോട്ടാണ് അല്ലേ നമ്മൾ സ്റ്റുഡൻസിന് അയക്കാറ്. അപ്പോൾ ഇവിടെ UAEയിലുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ അഡ്മിഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന UAE നമ്പറിൽ സാറിനെ കോൺടാക്ട് ചെയ്ത് സാറിനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവർക്ക് മീറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഓഫീസിൽ വന്നാലും, അബൂബക്കർ സിദ്ദീഖ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഓഫീസിൽ വന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും സ്പെൻഡ് ചെയ്തതിന്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ലാസ്റ്റല്ല ഫസ്റ്റിൽ പറയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡസ് ടോക്സ് ചാനലിലാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പം മറക്കാതെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ഈ വീഡിയോ അവർക്ക് വളരെ യൂസ്ഫുൾ ആവും. അതുപോലെ നിങ്ങളെ ഗൈഡൻസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇൻഡസ് ടോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതുപോലെ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. Thank you for watching this video. Thank you.